ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമുക്ക് മീൽസ് ഷെയർ പേജിനകത്ത് നമുക്ക് കണ്ടന്റ് ലോഡ് ചെയ്യാമെന്നാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഷെയർ യുവർ ഫേവറേറ്റ് റെസിപ്പി എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഷെയർ മീൽ പേജിന്റെ കണ്ടന്റ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. സോ ഞാൻ ഈ കണ്ടന്റ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കോഡ് ഞാനിത് പറഞ്ഞുതരാം. സോ ഇത് എവിടെ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആപ്പ് ഫോൾഡറിനകത്ത് മീൽസ് ഫോൾഡറിൽ പോയിട്ട് അതിനകത്ത് ഷെയർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിൽ പേജ് ഡോട്ട് TXT ഫയലിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഫോമാണ്. ഈ ഫോം നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ഇമേജ് പിക്കർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമുക്കിവിടെ ഒരു അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു നമുക്കൊരു ഇൻപുട്ട് ഫയൽ ടൈപ്പ് കൊണ്ടുവരണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നമ്മൾ കാണിച്ചു തരാം. സോ ഈ ഒരു കോഡ്, അതായത് ഈ ഷെയർ പേജ് ഫയലിന്റെ കോഡ് ഞാനിത് ഡോക്യുമെന്റിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ അത് പോയി കോപ്പി ചെയ്ത് നിങ്ങളുടെ സൊല്യൂഷനിൽ ആഡ് ചെയ്യാം. സോ നമുക്ക് ഈ ഇമേജ് പിക്കറിന്റെ ഈ ഒരു കോമ്പോണന്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ അത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഇമേജ് പിക്കറിന്റെ കസ്റ്റം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കോമ്പോണൻസിന്റെ ഫോൾഡറിനകത്തോട്ട് പോയിട്ട് നമ്മൾ മീൽസ് ഫോൾഡറിനകത്ത് ഞാനിവിടെ ഇമേജ് പിക്കർ .tsx എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഓക്കെ, ഈ ഫയല് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫംഗ്ഷൻ ഇമേജ് പിക്കർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പാസ് ചെയ്യുന്ന 2 ആർഗ്യുമെന്റ്സ് ആണ്, ലേബലും ഒന്ന് നെയിമും. ഓക്കെ, ഈ 2 ആർഗ്യുമെന്റ് ആയിരിക്കും നമ്മൾ ഇവിടെ നിന്ന് പാസ് ചെയ്യുന്നത്. അതായത് ഈ ഷെയർ പേജിനകത്തോട്ട് നമ്മൾ പാസ് ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് പിന്നെ നോക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് നോക്കാം. സോ നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് നമുക്ക് റിട്ടേണിൽ HTML കണ്ടന്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ മെയിൻ ആയിട്ട് ഒരു div കണ്ടന്റ് ഉണ്ട്. ഇതിന്റെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് classes.picker. സോ ഇതിന്റെ ഒരു ഇമേജ് പിക്കറിന്റെ CSS മോഡ്യൂൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതും കൂടെ ഞാൻ ഫയലിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇമേജ് പിക്കറിനകത്ത് ഞാനൊരു മെയിൻ ആയിട്ട് ഒരു div ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ലേബലും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ div എന്ന് പറയുന്ന ഒരു ക്ലാസ് നെയിം, ഈ ലേബൽ എന്ന് പറഞ്ഞാൽ HTML4, അതായത് നമ്മൾ ലേബലിൽ നമ്മൾ 4 എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഇല്ലേ, ആ ാണ് നമ്മൾ HTML4 എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ div ക്ലാസ് നെയിം എന്ന് പറഞ്ഞ കൺട്രോൾസ്, അതിനകത്ത് ഈ divനകത്ത് തന്നെ നമുക്ക് ഒരു div, അതിനകത്ത് നമ്മളെ ഇമേജ് പ്രിവ്യൂ ചെയ്യാനുള്ളത്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ ഒരു divനകത്ത് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഇവിടെ ആഡ് ചെയ്യണം. ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പ് ഫയലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫയൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു എലമെന്റ് ആണ്. അതിനകത്ത് ID നമ്മൾ കൊടുക്കുന്നുണ്ട്. അക്സെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇമേജ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ ഇത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ എല്ലാം ടൈപ്പ് എടുത്തോണ്ട് വരും. ഓക്കെ, ഫയൽ ടൈപ്പ് എല്ലാം എടുത്തോണ്ട് വരും. സോ നമുക്ക് ഫയൽ ടൈപ്പ് വേണ്ടത് PNGയും JPEG ഇമേജസ് ആണ് മതി. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ 2 എണ്ണം മാത്രമാണ്, ഈ PNG JPEG മാത്രമേ എടുക്കത്തുള്ളൂ, ബാക്കിയൊന്നും എടുക്കത്തില്ല. പിന്നെ നെയിമും ഉണ്ട്, പിന്നെ റെഫറൻസ് ഉണ്ട്. റെഫറൻസ് ലാസ്റ്റ് പറഞ്ഞുതരാം, ഓൺ ചേഞ്ച് ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ഇത് മസ്റ്റ് ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യണം, അതായത് മാൻഡറ്ററി ആണെന്നാണ് അർത്ഥം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബട്ടൺ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഒരു ഫയൽ അപ്ലോഡിന്റെ സ്റ്റൈലായിരിക്കും നമുക്ക് വരുന്നത്. സോ ഞാനിവിടെ കസ്റ്റമായിട്ടായിരിക്കും ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയല്ലോ ഇമേജ് പിക്കറിന്. ഞാനിവിടെ page.tsx ഫയലിൽ ഈ ഇമേജ് പിക്കർ എടുത്ത് കളഞ്ഞ് ഞാൻ ഇമേജ് പിക്കറിന്റെ കോമ്പോണന്റ് വരും. ഞാൻ സേവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കസ്റ്റമായിട്ടുള്ളൊരു കസ്റ്റം സ്റ്റൈലുള്ള ഒരു ഫയൽ അപ്ലോഡാണ് എനിക്ക് വേണ്ടത്. സോ അതിന് വേണ്ടിയാണ് ഞാനിവിടെ എന്താ ചെയ്തത്, ഇവിടെ ഒരു ബട്ടൺ ഞാനിവിടെ ആഡ് ചെയ്ത് അതിൻ്റെതായിട്ടൊരു സ്റ്റൈൽ ഞാനിവിടെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അതെല്ലാം ഈ ഇമേജ് പിക്കറിന്റെ CSS മോഡ്യൂളിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ബട്ടനും ഒരു കസ്റ്റം സ്റ്റൈൽ ഇവിടെ ആഡ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഇമേജ് ഇൻപുട്ട് റെഫ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അതായത് എനിക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണമല്ലോ. സോ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഇൻപുട്ട് എലമെന്റിന്റെ റെഫറൻസ് എനിക്ക് കിട്ടണം.
അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഒരു യൂസ് റെഫ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ നിങ്ങൾ യൂസ് റെഫ് എന്ന് പറയുന്നത് ഇങ്ങനെ കൊടുത്താൽ മതി. JS ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ കേസിൽ ഇവിടെ നമ്മൾ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. ഇവിടെ യൂസ് റെഫിന്റെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഈ ഒരു ആരോ കണ്ടിട്ടുണ്ടോ? ഈ ആരോനകത്ത് നമ്മൾ അതിന്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക. എന്ത് ടൈപ്പാണ് ഇത് പറഞ്ഞു കൊടുക്കുക. യൂസ് റെഫ് എന്ന് പറയുന്നത് HTML ഇൻപുട്ട് എലമെന്റ്. ഇത് ഇൻപുട്ട് എലമെന്റ് ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ HTML ഇൻപുട്ട് എലമെന്റ് എന്ന് പറഞ്ഞ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഡീഫോൾട്ട് ആയിട്ട് നമ്മളിവിടെ നൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, സോ ഇത് ടൈപ്പ് സ്ക്രിപ്റ്റിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും കൊടുക്കേണ്ടത്. അല്ലാത്തവരാണെങ്കിൽ യൂസ് റെഫ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ്, മറ്റേ റൗണ്ട് ബ്രാക്കറ്റ്സ് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇമേജ് പ്രിവ്യൂവിന്റെ യൂസ് സ്റ്റേറ്റ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇൻപുട്ട് റെഫറൻസ് എങ്ങനെ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹാൻഡിൽ അപ്ലോഡ് ഈവന്റ്, ഇത് ആക്ച്വലി നമ്മളെ ബട്ടണിൽ ഓൺ ക്ലിക്ക് ഈവന്റിന് വേണ്ടിയാണ് ഈ ഫംഗ്ഷൻ എഴുതിയത്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇമേജിന്റെ ഇൻപുട്ട് റെഫറൻസ്, ഈ ഇൻപുട്ട് റെഫറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് റെഫ് ഡോട്ട് കറണ്ട് ഡോട്ട് ക്ലിക്ക്, ഓക്കെ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട് എലമെന്റിന്റെ ക്ലിക്കിലായിരിക്കും ക്ലിക്കിന്റെ റെഫറൻസ് നോക്കിയിട്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കും. ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, ഇത് ഞാൻ റിയാക്ട് ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് യൂസ് റെഫറൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും നമ്മൾ സാധനം ഈ ഹാൻഡിൽ അപ്ലോഡ് ഈവന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ബട്ടണിനകത്ത് കൊടുക്കണം, അതായത് ഈ ഒരു ബട്ടണിൽ. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫങ്ഷന് നമുക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം, അതായത് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രിവ്യൂ ഒന്ന് കാണണം. ഓക്കെ, അതിന് നമ്മൾ ഹാൻഡിൽ ഇമേജ് ചേഞ്ച് എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫംഗ്ഷൻ നമ്മൾ എവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓൺ ചേഞ്ച്, അതായത് ഇൻപുട്ട് എലമെന്റിന്റെ ഓൺ ചേഞ്ചിനകത്താണ് നമ്മളിവിടെ ഫംഗ്ഷൻ എഴുതുന്നത്. അതിനകത്ത് നമ്മളിവിടെ ഫയൽ എന്ന് പറയുന്നത് ഇവിടെ ബ്രാക്കറ്റിനകത്ത് ഇവിടെ ഇവന്റ് ആണ്, അതായത് ഇൻപുട്ട് എലമെന്റിന്റെ റെഫറൻസ് ആണ്. അതിന്റെ ഇവന്റിൽ നമുക്ക് കിട്ടണം. അതിന് നമ്മൾ ഫയൽ ഈക്വൽ ടു ഈവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ഫയൽസ് എന്നാണ്. അതായത് ആ ഫയലിന്റെ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു നമ്മൾ കൊടുക്കുന്നതാണ് ഈവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ഫയൽസ് ഓഫ് 0 എന്ന് പറയുന്നത്. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫയല് ഇല്ലെങ്കിൽ, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത്, അതായത് നമ്മൾ പിക്ക് ചെയ്ത ഫയൽ ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് ഇമേജ് പ്രിവ്യൂ നൾ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇമേജ് പ്രിവ്യൂ നമ്മൾ ഇവിടെ യൂസ് സ്റ്റേറ്റ് ആണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഓർക്കുക, ഇത് നമ്മൾ യൂസ് ക്ലയന്റ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഇമേജ് പിക്കപ്പ് ഫയൽ എന്ന് പറയുന്നത് ക്ലയന്റ് കോമ്പോണന്റ് ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് സ്റ്റേറ്റിനെ ഇവിടെ നമ്മൾ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം, എനി എന്ന് പറഞ്ഞു കൊടുക്കണം. ബ്രാക്കറ്റിനകത്ത് ഒന്നുമില്ല, സോ നള്ളായിരിക്കും, ഡീഫോൾട്ട് നള്ളാണ്. അപ്പൊ ഫയൽ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇമേജ് പ്രിവ്യൂവിനെ പിടിച്ചങ്ങനെ നള്ളാക്കും, പിന്നെ റിട്ടേൺ കൊടുക്കും. ഫയൽ ഉണ്ടെങ്കിൽ നമ്മൾ ഫയൽ റീഡർ എന്ന് പറഞ്ഞൊരു ജാവാസ്ക്രിപ്റ്റ് ഇൻബിൽഡ് ലൈബ്രറിയാണ് ഫയൽ റീഡർ. അതായത് നമ്മൾക്ക് കിട്ടിയ ഫയലിനെ പിടിച്ച് അത് റീഡ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു വേരിയബിളിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫയൽ റീഡർ ഡോട്ട് ഓൺ ലോഡ്, ഓക്കെ, ലോഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സെറ്റ് ഇമേജ് പ്രിവ്യൂവിൽ, അതായത് നമ്മൾ സ്റ്റേറ്റ് ഉണ്ടല്ലോ, യൂസ് സ്റ്റേറ്റിന്റെ സെറ്റ് ഇമേജ് പ്രിവ്യൂ ഫംഗ്ഷനകത്ത് നമ്മൾ ഫയൽ റീഡർ ഡോട്ട് റിസൾട്ട്, അതായത് ആ കിട്ടുന്ന റിസൾട്ടിൽ നമ്മൾ പിടിച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫയൽ റീഡർ ഡോട്ട് റീഡ് ആസ് ഡേറ്റ URL പറയുന്നത് ഫയൽ തന്നെയാണ്. ഓക്കെ, ഇത്രയും സാധനം നമ്മൾ നോട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, സോ നിങ്ങൾ ഓരോ ഇത് പോസ് ചെയ്തിട്ട് വേണം നിങ്ങളിത് ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും എഴുതിയതിനു ശേഷം നമ്മൾ ഇവിടെ ഒരു ഡിവിനകത്ത്, അതായത് ഈ ക്ലാസ് നെയിം ക്ലാസസ് ഡോട്ട് കൺട്രോൾസിനകത്ത് തന്നെ നമ്മൾ ഡിവിനകത്ത് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യും, പ്രിവ്യൂവിന് വേണ്ടിയുള്ള ഡിവ്. ഇപ്പൊ ഇമേജ് പ്രിവ്യൂ ഇല്ലെങ്കിൽ കാണിക്കേണ്ടത് നോ ഇമേജ്, അതായത് ആ ഇമേജ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം. ഇമേജ് പ്രിവ്യൂ ഉണ്ടെങ്കിൽ, അതായത് ഈ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജ് കോമ്പോണന്റ്, നെക്സ്റ്റ്ജേസിന്റെ ഇമേജ് കോമ്പോണന്റിനകത്ത് നമ്മൾ SRC എന്ന് പറയുന്ന ഇമേജ് പ്രിവ്യൂ സെറ്റ് ചെയ്ത് വെക്കും. ആൾക്ക് ഈക്വൽ ടു empty. പിന്നെ ഫില്ല്, നമുക്ക് ഇമേജിന്റെ സൈസ് എത്രയെന്ന് അറിയത്തില്ല, സോ അതുകൊണ്ട് ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് ആയ അതിന്റെ സൈസും വിഡ്ത്തും ഹൈറ്റും ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് നമുക്ക് തരും. ഓക്കെ, സോ ഇത്രയും സേവ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ഇമേജ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഒരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഇമേജ് ഇവിടെ കാണിക്കും. ഓക്കെ, സോ നിങ്ങൾ ഏത് ഇമേജ് അപ്ലോഡ് ചെയ്താലും ഇവിടെ നമുക്ക് പ്രിവ്യൂ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത്
ഇങ്ങനെയാണ് നമ്മൾ ഇമേജ് പിക്കറിന് വേണ്ടി കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക. അതേപോലെ ഈ ഫങ്ഷൻസും അതുപോലെ കോപ്പി ചെയ്ത് ഇടുക. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഷെയർ പേജിൻ്റെ CSS മൊഡ്യൂളും അതുപോലെ തന്നെ ഇമേജ് പിക്കറിൻ്റെ CSS മൊഡ്യൂളും ഞാൻ ഡോക്യുമെന്റിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ അതിനകത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ ഫോം എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നാണ്. ഓക്കെ, നമുക്ക് ഇത് പിടിച്ചിട്ട് എല്ലാം ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഷെയർ മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്ത് വെക്കണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ബൈ.